വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഈ വീഡിയോ. സ്വൽഹ എന്ന് പേരുള്ള ഒരു യൂട്യൂബർ ഉണ്ട്, സിലു ടോക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 5 കുട്ടികൾ യൂട്യൂബിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ്. അപ്പോൾ അവരുടെ ലൈഫിൽ പേഴ്സണൽ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ ഭർത്താവുമായിട്ട് ഡിവോഴ്സായി, 5 മക്കളുണ്ട് ഇവർക്ക്. അപ്പോൾ ഇവർക്കെതിരെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ വളരെ മോശം രീതിയിലാണ് ഇവരുടെ വീഡിയോ ഉപയോഗിച്ച് കോണ്ടൻ്റായിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമാണ്, അവർ ആരെയും കൊന്നിട്ടില്ല, അവരുടെ പേഴ്സണൽ ലൈഫിൽ അവരെ ഹസ്ബൻഡുമായിട്ട് ഒത്തുപോകാൻ കഴിയാത്ത ഒരാളായിരുന്നു. അവർ പേഴ്സണൽ ലൈഫിൽ തീരുമാനമെടുത്തു, ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനമെടുത്തു. അവർ 5 മക്കളുമായിട്ട് വളരെ മാന്യമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഇവരുടെ ഒരു കോണ്ടന്റ് എടുത്തിട്ട് ഇവർ റിയാക്ട് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് അതൊരു പെണ്ണാണെന്നും അവർക്ക് അവരുടെ ജീവിക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ ഈ ലോകത്തുണ്ടെന്നും അതിന് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് ഇല്ലേ? എനിക്കിപ്പോൾ ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ സൽഹ എൻ്റെ പരിചയക്കാരിയോ ഞാൻ ഏതെങ്കിലും തരത്തിൽ കണ്ട ആളോ ഏതെങ്കിലും തരത്തിൽ അവരെ വീഡിയോ കാണുന്ന ഒരാളോ അല്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അവരെ പേഴ്സണൽ ലൈഫിൽ കുറേ ഇഷ്യൂസുകൾ ഉണ്ടായി. അവർ പറയുന്നുണ്ട്, എൻ്റെ ലൈഫിൽ ഇഷ്യൂസ് ഉണ്ടായിട്ടാണ് ഞാൻ ഈ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നത്. ഇപ്പം ഈ ഒരു സമയത്ത് സെപ്പറേറ്റഡ് ആയ ഒരു യുവതിയും 5 മക്കളും ഉണ്ട്. അവരെ വേട്ടയാടിയിട്ട് അതുകൊണ്ട് യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും വരുമാനം കിട്ടിയിട്ട് തിന്നിട്ട് അത് നമ്മുടെ തടിമ പിടിക്കോ? നമുക്കൊരു സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് സാമൂഹിക പ്രയാസങ്ങൾ അവർക്കിടയിലുണ്ട് ജീവിക്കാൻ. എന്നിട്ടും അവരെ 5 കുട്ടികളുമായിട്ട് മാന്യമായിട്ട് ജീവിക്കട്ടെ. നമ്മളവരെ എന്താ പറയുക, അവരെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. സപ്പോർട്ട് ചെയ്യണ്ട. സപ്പോർട്ട് എല്ലാവരോടും ചെയ്യണമെന്നില്ല. നമുക്കിതിൽ നിന്നൊക്കെ ഒരുപാട് പാഠങ്ങളുണ്ട്. സോഷ്യൽ മീഡിയയിൽ കാണുന്ന സന്തോഷമുള്ള ലൈഫൊന്നുമില്ല പലരും റിയൽ ലൈഫ്. ഇപ്പോൾ അവർ സെപ്പറേറ്റഡ് ആണ്, അവരുടെ ലൈഫിൽ ഒരുപാട് ട്രോമയിലൂടെ കടന്നു പോകുന്ന ആളുകളാണ്. ആ ഒരു പരിഗണന വെച്ചിട്ട് അവരെ വെറുതെ വിടാനാണ് സത്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ നമ്മുടെ സൊസൈറ്റി അങ്ങനെയല്ല. ഒരു പെണ്ണ് ചാകണം, ഒരു പെണ്ണ് ചത്തു കഴിഞ്ഞാൽ അപ്പം നമ്മൾ പറയും, അയ്യോ പാവം ജീവിക്കാമായിരുന്നു, അതായിരുന്നു ഇതായിരുന്നു. ഇനി ഒരു പെണ്ണ് സെപ്പറേറ്റഡ് ആയിട്ട് ജീവിക്കാൻ ശ്രമിച്ചാൽ താന്തോന്നി അവനൊക്കെ ഭർത്താവിനെ വില ഇല്ലാഞ്ഞിട്ടാണ്. ഇതുവരെ ഭർത്താവിൻ്റെ കാശുകൊണ്ട് ജീവിച്ചു, ഇപ്പോൾ സ്വന്തം നിലക്ക് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ലക്ഷങ്ങളും 10,000ങ്ങളും വന്നപ്പോൾ ഉള്ള സ്വഭാവം മാറി. ഇതാണ് മലയാളിയുടെ ഒരു കാഴ്ചപ്പാട്. അതായത് നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യില്ല. ഈ സ്ഥാനത്ത് ഇപ്പോൾ ഭർത്താവ് ഡിവോഴ്സായി ഈ 4 മക്കളെയും വിട്ടിട്ട് ഇവർ തൂങ്ങി മരിച്ചിരുന്നെങ്കിൽ നമ്മൾ എന്ത് പറയും? അവരൊന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കണ്ടേ? അതല്ലേ ശരിക്കുള്ള പോരാട്ടം. നീ ഒരു തീയാവുക എന്നൊക്കെ പറയും. ഇനി അവർ ജീവിക്കാൻ ശ്രമിച്ചാലോ അപ്പോൾ താന്തോന്നി നല്ല പേരും കിട്ടും. ഇതാണ് ഇവിടെ നടക്കണം. എന്തായാലും നമ്മുടെ ഒരു സ്പേസ് ഉപയോഗിച്ചിട്ട് ഒരു മാന്യമായുള്ള കാര്യങ്ങൾ ചെയ്യുക, നല്ലത് ചെയ്യുക, പിന്തുണക്കുക, ഇതാണ് വേണ്ടത്. അല്ലാതെ ഒരാളെ വേദനിപ്പിക്കലല്ല. ഇവരുടെ ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഈ സെപ്പറേറ്റഡ് ആയിട്ടുമായി ബന്ധപ്പെട്ട വീഡിയോ ഞാൻ കാണലുണ്ട്. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, ഇനിയും നമ്മളവരെ പിന്തുണക്കുന്നില്ലെങ്കിൽ നമ്മളൊരു മനുഷ്യൻ പോലുമല്ല എന്നുള്ളത്.